ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതകാലത്തില് ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ചെയ്ത കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം മന്നയായി വന്നിരിക്കുന്ന വചനം 33 സങ്കീർത്തനം അതിന്റെ 6 വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. യഹോവയുടെ വചനത്തിന്റെ അത്യന്ത ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം നൽകപ്പെട്ടിരിക്കുന്നത്. അത്യന്ത ശക്തിയുള്ള ദൈവത്തിന്റെ വചനം, അതാണ് നമ്മുടെ മന്നയുടെ ആധാരം തലക്കെട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതായ കാര്യം. ഇവിടെ നാം പഠിക്കുമ്പോൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് 1877 ആദ്യമായിട്ട് തോമസ് എഡിസണും അലക്സാണ്ടർ ഗ്രഹാംബെല്ലുമാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന പോലെ ഈ ഫോണോഗ്രാഫി കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ശബ്ദത്തെ ആഗിരണം ചെയ്യുവാനും സംപ്രേഷണം ചെയ്യുവാനും ഒക്കെയുള്ള ആദ്യ പടി അവരാണ് ലോകത്തിന് കാഴ്ചവെച്ചതെന്ന് പറയുമ്പോൾ, ഇന്ന് നാം നിൽക്കുന്ന ഈ 2024 ഏറ്റവും വലിയ രീതിയിൽ ശബ്ദത്തെ അത് പിടിച്ചെടുത്ത് നമുക്ക് നൽകിത്തരുന്ന 2 കമ്പനി, ആമസോൺ കമ്പനിയും അതുപോലെ ആപ്പിൾ കമ്പനിയും, അവര് ഏറ്റവും നൂതനമായ രീതിയിൽ ഫോണുകള് നമുക്ക് ഇന്ന് ലഭ്യമാക്കി തന്നിരിക്കുകയാണ്. ആ ശബ്ദത്തെ, അപ്പം മനുഷ്യന്റെ ആ കഴിവുകള്, അവരുടെ ശക്തികള് ഒക്കെ അവരുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എത്ര വലുതാണെന്ന് സൃഷ്ടിപ്പില് നമുക്ക് വ്യക്തമാകുന്നത്. അവിടുത്തെ വായിലെ വചനത്താലാണ് സകലവും ഉളവായത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, സൃഷ്ടിപ്പിന്റെ ആദ്യ വാരത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. ദൈവം ആ ആദ്യ വാരത്തിൽ 7 പ്രാവശ്യമാണ് കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് ആ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തില് നാം പഠിക്കുന്നത്. 7 പ്രാവശ്യം ഉണ്ടാകട്ടെ 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 എന്ന് പറയുന്നതായ ആ ശബ്ദത്തിങ്കൽ സകലവും ഉളവായി എന്ന് പഠിക്കുകയാണ്. ആ ആദമിനെ ഹവ്വയെയും അവിടുത്തെ കൈകൾ കൊണ്ട് മെനഞ്ഞു എന്നും നാം പഠിക്കുന്നുണ്ട്. ഇപ്പോഴേ ദൈവത്തിന്റെ ആ വചനത്തിന്റെ, അവിടുത്തെ വായിലെ ശ്വാസത്തിന്റെ ശക്തി, ആ ശക്തിയാണ് സകലവും ഉളവാക്കുവാൻ ഇടയായത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ക്രിയ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അവയൊക്കെയും അനുസരിക്കുന്നതായ ആകാശം, ഈ ഭൂമിയെ ഒക്കെ അനുസരിക്കുന്നതാണ് നാം അവിടെ വായിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ അത്യന്ത ശക്തിയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും എന്നാണ് പറയുന്നത്. പുതിയ ഹൃദയത്തിന്റെ ഉടമകളാക്കുവാനുള്ള ശക്തിയുള്ള വചനമാണ് ആ ഇന്നും നിലനിൽക്കുന്ന വചനം, അത് മാറ്റമില്ലാത്ത വചനം. ആ വചനത്തെങ്കിൽ അനേക വ്യക്തികളുടെ രൂപാന്തരമുണ്ടാകുകയും അവർക്ക് ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണമുള്ള പുതിയ ഹൃദയം നൽകി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കൊലയാളികളെ ദൈവം എന്ത് ചെയ്യുന്നു? വിളിച്ചു വേർതിരിച്ച് പുതിയ ഹൃദയം കൊടുത്ത് ദൈവത്തിന് പ്രയോജനപ്പെട്ട വ്യക്തിത്വങ്ങളാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളില് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളതായ ഉദ്ദേശത്തിന്റെ ലക്ഷ്യത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമെങ്കിൽ ആ ദൈവത്തിന്റെ അത്യന്ത ശക്തി, അവിടുത്തെ വചനത്തിന്റെ ശക്തി നമ്മിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവിടുത്തേക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എങ്കിലും തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുക്കുവാനുള്ളതായ ആ സ്വാതന്ത്ര്യം അത് ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ മൺകൂടാരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മോട് ഈ പ്രഭാതത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിലാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം തരും, പുതിയ ഒരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും.
കല്ലായുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ അനുസരിക്കാത്ത, മെരുങ്ങാത്ത, എത്ര കേട്ടിട്ടും പഠിക്കാത്തതായ, ആ മൂഢവിചാരത്താൽ പൊതിയപ്പെട്ടതായ ഒരു ഹൃദയത്തിന്റെ ഉടമകളായിരിക്കുന്ന വ്യക്തികളിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തിയാൽ, വചനത്തിന്റെ അത്യന്ത ശക്തിയാൽ നമ്മെ പുതിയ ഹൃദയം, മാംസളമായ ഹൃദയം, അവിടെ ദൈവത്തിന്റെ വചനം എഴുതി അതിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ ശക്തി, അത് നാം അനുഭവിച്ചറിയുവാൻ ഈ പ്രഭാതത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യാണ്. ആ പുതിയ ഹൃദയത്തിന്റെ ഉടമകളായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായി സമർപ്പിച്ച് കർത്താവിന്റെ നാളിനായിട്ട് വാഞ്ചയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവം പ്രാപിപ്പാൻ ഈ തിരുവചനം നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ വചനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയുവാൻ, അവിടുത്തെ വചനത്തിന്റെ മഹത്വം ഒന്ന് അനുഭവിച്ചറിയുവാൻ നമുക്ക് ലഭ്യമാകുന്ന ഓരോ ദിവസങ്ങളും കർത്താവിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ഈ മൺകൂടാരത്തില് അവിടുത്തെ അത്യന്ത ശക്തി വെളിപ്പെടുവാൻ നമ്മെ ഈ പ്രഭാതത്തിൽ ഓരോ വ്യക്തികളും സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇല്ലായ്മകളും, എല്ലാ അവലാദികളും, എല്ലാ വയ്യായ്മകളും മാറ്റി ദൈവം നമുക്ക് പുതിയ ഒരു അത്യന്ത ശക്തി വെളിപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് കർത്താവിനായിട്ട് നമുക്ക് വിളങ്ങാം. അവിടുത്തെ മഹത്വത്തിനായിട്ട് നമ്മെ സമർപ്പിക്കാം. വേഗം വരുന്ന കർത്താവിനായിട്ട് പ്രത്യാശിക്കാം. അതിനായിട്ട് ഈ മന്ന എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്ന് മാർച്ച് 8, ഇന്ന് ഒരു വെണ്ണിക്കുളം സഭയിലെ ഒരു സഹോദരിയുടെ ജന്മദിനം നൽകപ്പെട്ടിരിക്കുകയാണ്. പേര് ജിയ സാറ ജോയി. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ പേര് വെളിപ്പെടുത്താത്ത അനേകര് ഈ ദിവസത്തിൽ ജന്മദിനമുണ്ട്. ദൈവം നമുക്ക് തരുന്ന ഓരോ ദിനവും അത് ദൈവത്തിന്റെ ദാനമെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിനോട് ഈ പ്രഭാതത്തിൽ തന്ന വചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും തരുന്ന സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗപിതാവേ, നിഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തില് അവിടുത്തെ വചനത്തിന്റെ അത്യന്ത ശക്തിയെക്കുറിച്ച് പഠിക്കുവാൻ ദൈവമായ കർത്താവ് ഈ എളിയവർക്ക് തന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ആ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം സകലവും ഉളവാക്കിയ വചനത്തിന്റെ അത്യന്ത ശക്തി, ഒന്നുമില്ലായ്മയെന്ന് സകലവും കൂട്ടിച്ചേർത്ത് വിളിച്ചു ചേർത്ത ദൈവത്തിന്റെ അത്യന്ത ശക്തി, പ്രകൃതി കർത്താവിന്റെ ആ അത്യന്ത ശക്തിയെ അനുസരിക്കുകയുണ്ടായി. അടിയങ്ങളും കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പുതിയ ഹൃദയത്തിന്റെ അനുഭവത്തില്, പുതിയ ജീവിതത്തിന്റെ അനുഭവം പ്രാപിപ്പാൻ അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേക്കായി ജീവിപ്പാനുള്ള സമർപ്പണത്തോടെ അവിടുന്ന് തരുന്ന നാളുകളൊക്കെയും അവിടുത്തെ ദാനമെന്ന് എണ്ണിക്കൊണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തില് അവിടുത്തെ വരവിന് വേണ്ടി വാഞ്ചിച്ച് പ്രത്യാശയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അനേകം വ്യക്തികൾ കർത്താവെ രോഗക്കിടക്കകളില് അശരണരായി, ആവലാതിയുള്ളവരായി വേദന സഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി അയച്ചവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ സ്തോത്രം. കർത്താവെ, സുഖമില്ലാതെ കഴിയുന്ന ഓരോ വ്യക്തികൾക്കും സ്വർഗം സൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അമേരിക്കയിലായിരിക്കുന്ന കർത്താവെ മിസ്സസ് ഹെലൻ ജോണിയെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആ ദാസിക്ക് കർത്താവ് അവിടുത്തെ വചനത്തിന്റെ ശക്തി അയച്ച്, അത്യന്ത ശക്തി അയച്ച് സൗഖ്യം നൽകി വേദനകളിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അനേകം വ്യക്തികൾ കർത്താവെ വേദനപ്പെട്ട് ഞരങ്ങുമ്പോൾ അവിടുത്തെ വചനത്തിന്റെ ശക്തി അയച്ചവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ജന്മദിനമുള്ള ജിയ സാറ ജോണിനെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നിന്റെ മകൾക്ക് കർത്താവ് വീണ്ടും ജീവിപ്പാനുള്ള എല്ലാ കൃപകളും നൽകി ഓരോ ദിവസവും പുലർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏഴകളായ അടിയങ്ങളെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ വചനത്തിന്റെ ശക്തിയിൽ ജീവിപ്പാൻ അടിയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൃപകളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അടിയങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ഒരു ദിവസമാക്കി അടിയങ്ങളോട് കൂടെ ഇരുന്ന് അവിടുത്തെ വചനത്താൽ അടിയങ്ങൾ നയിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് വേഗം വരുന്ന രക്ഷകന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയായി ചോദിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.